കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ട വിഹിതത്തിൽ വല്ലാത്ത വെട്ടിക്കുറവ് വരുത്തി. അത് അർഹതപ്പെട്ട് നിഷേധിക്കുന്ന അവസ്ഥയുണ്ടായി. മാത്രമല്ല, കേന്ദ്രവും സംസ്ഥാനവും കൂടി ചെലവിടുന്ന മൊത്തം ചെലവ് വഹിക്കുന്ന ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പണം കൃത്യസമയത്ത് അനുവദിക്കാത്ത സ്ഥിതിയുണ്ടായി. അതിലൊരു പിടിച്ചു വെക്കുന്ന നില വന്നു, കുറച്ച് താമസിപ്പിക്കുന്ന നില വന്നു. ചില കാര്യങ്ങളിൽ കേന്ദ്രവും സംസ്ഥാനവും ചെലവിടുന്ന കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ വിഹിതം വർദ്ധിക്കുന്ന നില വന്നു, കേന്ദ്രത്തിൻ്റെ വിഹിതം കുറയുന്ന നില വന്നു. ഇതൊക്കെ അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധിക്കുന്ന കാര്യമാണ്. പക്ഷേ മറ്റേ കാര്യത്തിൽ ഇപ്പം ചെലവിടുന്ന നില നോക്കിയാൽ കഴിഞ്ഞ വർഷം നമ്മൾ 70% ചെലവ് സംസ്ഥാനമാണ് വഹിക്കേണ്ടി വന്നത്. ഈ വർഷം അത് 75% ആകുമെന്നാണ് പറയുന്നത്. അപ്പോൾ മൊത്തം ചെലവ്. എന്നാൽ ചില സംസ്ഥാനങ്ങൾ അങ്ങനെയല്ല, അവിടെ നല്ലതുപോലെ കേന്ദ്ര ഫണ്ട് നൽകുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ വലിയ കുറവ് നമ്മൾക്ക് നേരിടേണ്ടി വരികയാണ്. BJPക്ക് കേരളത്തിൽ വലിയ വളർച്ചയുണ്ട് എന്ന് പറയാനാവില്ല. പക്ഷേ BJPയെക്കുറിച്ച് നമ്മൾ കാണേണ്ടത് BJPയുടെ അടിസ്ഥാനം RSS ആണ്. ഇന്ത്യയിൽ RSSന് ഏറ്റവും നല്ല സംഘടന നേരത്തെയുള്ള സ്ഥലമാണ് കേരളം. നമ്മുടെ സംസ്ഥാനത്ത് നല്ല സംഘടനാ ശേഷിയാണ് RSS ആർജിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായുള്ള ഇടപെടൽ അഖിലേന്ത്യാ അടിസ്ഥാനം തന്നെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നോക്കിയാലും RSS പ്രചാരകരായിട്ട് പോയിട്ടുള്ള ആളുകൾ കേരളത്തിലുള്ളവരാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ കേരളത്തിലെ RSSൻ്റെ ശേഷി നമ്മൾ ചുരുക്കി കാണേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നത്. നല്ല ശേഷി അവർക്കുണ്ട്. പക്ഷേ അവർക്ക് അത് ആ തരത്തിൽ രാഷ്ട്രീയമായി ഇവിടെ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം അവർ തിരിച്ചറിയുന്നുണ്ട്. അത് ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം തന്നെയാണ്. അതുകൊണ്ടാണ് അവർ ഇടതുപക്ഷത്തിന് നേരെ നല്ലതുപോലെ ആഞ്ഞടിച്ച് നോക്കുന്നത്. ഇവിടെ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞ ഘട്ടത്തിലൊക്കെ അവർ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചില പുതിയ അടവുകൾ സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. അതിൽ MLA സ്ഥാനം ലഭിക്കുന്നതിനിടയാക്കിയത് ഇവിടുത്തെ ചില ദൗർബല്യങ്ങളായിരുന്നു, ആ മേഖലയിലുണ്ടായ ദൗർബല്യങ്ങൾ. അപ്പോൾ അതിൽ കോൺഗ്രസ് വോട്ടിന് വന്ന ചോർച്ചയെല്ലാം ആ ഘട്ടത്തിൽ തന്നെ വ്യക്തമാണ്. അതേ കാര്യമാണ് തൃശ്ശൂരിലും സംഭവിച്ചത്. അവർ നല്ല വോട്ട് കോൺഗ്രസ്സിന് ചോർന്നുപോയി, അതപ്പുറത്ത് പോകുന്ന നിലയുണ്ടായി. ഇതാണ് സംഭവിക്കുന്നത്. അല്ല, ഇന്ത്യ എന്നതൊരു മുന്നണിയായിട്ട് ഞങ്ങൾ കാണുന്നില്ല നേരത്തെ തന്നെ. അതായത് നമ്മുടെ BJPക്കെതിരെയുള്ള ഒരു പൊതുവായ യോജിപ്പ് വളർത്തിയെടുക്കുക, സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള പൊതുവെ ഒരു നീക്കങ്ങൾ ഉണ്ടാവുക, ഇതാണ് ഞങ്ങൾ നേരത്തെ കണ്ടിരുന്ന കാര്യം. പക്ഷേ പിന്നെ ഇത് പോയി പറയുന്ന പോലെ ഒരു പ്രതീതിയിലേക്ക് എത്തി. നമ്മൾ കാണേണ്ടത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കേണ്ട പാർട്ടി കോൺഗ്രസ്സാണ്. കാരണം എല്ലായിടങ്ങളിലും ഉള്ളൊരു പാർട്ടിയാണ് കോൺഗ്രസ്, വലിയ പാർട്ടിയാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്ത ഒരു പാർട്ടിയും നേതൃത്വമാണ് ആ കോൺഗ്രസിൻ്റേത് എന്നാണ് ഇതേവരെയുള്ള കാര്യങ്ങളൊക്കെ തെളിയിക്കുന്നത്. ഒരുപാട് അനുഭവങ്ങൾ ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്തുണ്ട്, തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ട്, വിവിധ പാർട്ടികളോട് സ്വീകരിച്ച സമീപനത്തിലുണ്ട്. അതിലൊക്കെ ഒരു നല്ല അവധാനതയോടെ ഇടപെടാൻ അവർക്ക് കഴിയുന്നില്ല. അതിൻ്റേതായ പ്രശ്നങ്ങൾ നല്ലതുപോലെ ബാധിക്കുന്നുണ്ട്. നമുക്ക് മുല്ലപ്പെരിയാർ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്ന പോലെ തന്നെ അവിടെയും മുല്ലപ്പെരിയാർ ഒരു പ്രശ്നമാണ്. കണ്ടിട്ടില്ലേ ചില ഘട്ടത്തിൽ ചില ആൾക്കാരൊക്കെ വന്നത്. അപ്പോൾ ഒരു നല്ല അന്തരീക്ഷം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് നോക്കാം. അത് നമുക്ക് ഇനിയും ചർച്ച ചെയ്യാവുന്നതാണ്. തമിഴ്നാടിന് വെള്ളം എന്നത് നമ്മൾ പ്രധാനമായിട്ട് കാണുന്നുണ്ട്. ആ വെള്ളം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ ഡാമിനെ പറ്റി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, സുരക്ഷയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ലോകത്തെ തന്നെ ഏറ്റവും പഴക്കമുള്ള ഡാമാണിതെന്ന് കാണണം. അപ്പോൾ അതിൻ്റെതായ ആശങ്ക അതുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാവുമല്ലോ. അതാണ് നമ്മൾ പ്രധാന പ്രശ്നം. അത് പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇവിടെ പുതിയ ഡാം ഉണ്ടാകലും തമിഴ്നാടിന് വെള്ളം ഉറപ്പ് നൽകലുമാണ്.